ഞങ്ങൾക്ക് നീതി കിട്ടണം, ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇനിയൊരു പെൺകുട്ടികൾക്കും ഒരുമ്മക്കും ഈ അവസ്ഥ വരരുത്. ഞങ്ങൾക്ക് നീതി കിട്ടണം, ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇനിയൊരു പെൺകുട്ടികൾക്കും ഒരുമ്മക്കും ഈ അവസ്ഥ വരരുത്. പാലക്കാട് പട്ടാമ്പിക്കടുത്ത് കറകപ്പുത്തൂരിൽ ലഹരി മാഫിയയുടെ പിടിയിലകപ്പെട്ട മകൾക്ക് നീതി കിട്ടാൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഒരമ്മ. അപ്പോഴാണ് പിന്നെ ഇതൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് വലിയൊരു മാഫിയയിൽ എൻ്റെ കുട്ടി ചെന്ന് പെട്ടുക്കുന്നത്. ഞങ്ങൾക്ക് നീതി തരണം. ഞങ്ങൾക്ക് ഈ ഉണ്ണിയും നൗഫലാണ് അതിൻ്റെ പിന്നിലും. പിന്നെ അഭിലാഷ് എന്ന ചെറുക്കൻ ഷാഹുൽ എന്നവനും. ഷാഹുൽ വഴിയാണ് അഭിലാഷിനെ പരിചയപ്പെട്ടുകൊണ്ടെന്ന് അറിയുന്നത്. ഇനി അവരാണ് ഷാഹുൽ ഇതിൽ മെയിനും. അഭിലാഷ് നല്ല ഉള്ളവരാണ്. അവർക്ക് നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരേത് വിധത്തിലും ഞങ്ങളെ ഒഴുതുക്കാൻ, എൻ്റെ കുട്ടിനെ കൊല്ലാനോ ഒക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അവർക്ക് അത്രയും പിടിപാട്. അവരുടെ പിടിപാട് കാരണമാണ് അന്ന് തൊട്ടാലെന്ന് വിട്ടുപോയി നിൽക്കുന്നത്. അവർ നല്ല ഉള്ള ആൾക്കാർ, ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളെ ഇല്ലായ്ക്കും ദുരിതങ്ങളും ഇതും കാരണം ഞങ്ങളെ ഈ വിധത്തിലാക്കിക്കൊണ്ട് സ്വന്തം മകളെ വർഷങ്ങളോളം വിവാഹ വാഗ്ദാനം നൽകി യുവാവും യുവാവിൻ്റെ കൂട്ടുകാരും ലഹരി നൽകി പീഡിപ്പിച്ചതിൻ്റെ സങ്കടം പറയുന്ന ഒരു ഉമ്മയുടെ മനസ്സാക്ഷി മരവിപ്പിക്കുന്ന വാക്കുകളാണിത്. കേൾക്കുന്നവൻ്റെ മനസ്സാക്ഷിയെ തകർക്കുന്ന വാക്കുകൾ, സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത ക്രൂരതയുടെ വാക്കുകൾ. എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്ര ക്രൂരമാവാൻ കഴിയുക? ഈ ഉമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സാക്ഷിയുള്ള ആരുടെയും ഇടനെഞ്ചു പൊട്ടിപ്പോകും. മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചുവെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടും. വേണ്ടപ്പെട്ട രണ്ടാൾക്കാർ ഇതിൽ അഡിക്റ്റഡ് ആയിട്ടുണ്ട്. 2 പെൺകുട്ടികൾ, 18 വയസ്സായിട്ടില്ല. പക്ഷെ അവർ ഫാമിലി കുറച്ച് ഇതൊക്കെ ആയ കാരണം ചിലപ്പോൾ അവർ സഹായിക്കാനില്ലാത്ത കൊണ്ടാകാം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇതാവും. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കുടുങ്ങൂല. അപ്പം നമ്മൾ അവരുടെ കാര്യം നോക്കേണ്ട. എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ പള്ളിപ്പുള്ളപ്പോൾ അറിയുന്ന 2 കുട്ടികൾ തന്നെയാണ്. അവർ ഉപയോഗിക്കേണ്ടതെന്ന് വേറെ വല്ലവരും പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത്. എന്നോട് നൗഫൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ്റെ ഫ്രണ്ട്സിനുണ്ടെങ്കിൽ പിന്നെ അനക്കെന്തത്ര അഹങ്കാരം, ജാട, അങ്ങനെ സംസാരിക്കുന്നു. എൻ്റെ നാടിനടുത്ത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കറുകപുത്തൂരിലെ ഒരു ഉമ്മയാണ് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയത്. പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: 2019 മുതൽ സ്വന്തം മകളെ വിവാഹ വാഗ്ദാനം നൽകിയ യുവാവ് ലഹരിക്കടിമയാക്കി. യുവാവിൻ്റെ കൂട്ടുകാർക്കടക്കം ശാരീരികമായി ലൈംഗികമായി ഉപദ്രവിച്ചു. മാനസിക നില തെറ്റിയ യുവതി ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തേടുകയും ചെയ്തു. മാനസികമായി ആകെ തകർന്ന് ഈ പ്രതി ഈ നാട്ടിലെ ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉന്നത ബന്ധങ്ങളുള്ള ആളുകളായതുകൊണ്ട് ആ സ്റ്റേഷനിലൊന്നും പരാതി കൊടുക്കാൻ ഭയന്ന് നേരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുകയാണ് ഈ ഉമ്മ പറയുന്ന വാക്കുകൾ. ഒരല്പം നമ്മുടെ ഉള്ളിൽ മനസാക്ഷിയുണ്ടെങ്കിൽ, ഒരു മനുഷ്യത്വം നമ്മുടെ ഒരു 4 അയലത്തുകൂടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാതെ ഞെട്ടലുണ്ടാക്കും. നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തോ മറ്റോ അത്തരത്തിലുള്ള പെൺകുട്ടികളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം ഈ ഉമ്മയുടെ വാക്കുകളിൽ നമുക്കും ചില പാഠങ്ങളുണ്ട്, നമുക്കും ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അവളെപ്പോഴും ശരിയല്ല. അവളോ പറയുന്നതോ കാര്യങ്ങളോ പ്രവർത്തിക്കുന്നതോ ഒന്നും അവൾക്ക് ഓരോ ഇതുമില്ല. അവളൊരു ഇതിലുള്ള വർത്തമാനം കാര്യങ്ങളും
അവളെ എപ്പോഴും പലവട്ടം പറയും ഞാൻ ജീവിക്കില്ല, ഞാൻ എന്തിനാ ജീവിക്കണേ, ഇതില്ല, എൻ്റെ ജീവിതം പോയി. അങ്ങനെ ഓരോ ഇപ്പം ഇന്നലും കൂടി അവൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ അഭയപ്പെടുത്തുന്നില്ല, അതൊക്കെ അതിനെ പെടുത്തുന്നു. ഇന്നലും കൂടി അവൾ ഇന്നലെ രാത്രി എന്നോട് പാർട്ടിക്കുന്നു. ഇപ്പോൾ ഉമ്മയുടെ അടുത്ത് ഇപ്പം നിങ്ങൾ പരാതി കൊടുത്തല്ലോ, പരാതിയിൽ എന്താണ് പ്രധാനമായിട്ട് പറയുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ മോളിനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുക, ഈ ഒരു നാട്ടിൽ ഒരാൾക്ക് ഈ അവസരം ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ഇതിൻ്റെ ഇത് നടക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിലാണല്ലോ ഒരു കന്യാക്ക് എൻ്റെ മകളെ ഇതിൽ ഒരു തെറ്റും ചെയ്യാതെ 15 വയസ്സ് മുതൽ ഇതിൽ ആരൊക്കെ കളിക്കുന്നുണ്ട് വെച്ചെങ്കിൽ അവരിനൊക്കെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അതിന് ഏത് ഉന്നത ആൾക്കാർ പറയപ്പെട്ടാലും വേണ്ടി ഞങ്ങൾക്ക് നീതി കിട്ടണം, ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇനി ഒരു പെൺകുട്ടികൾക്കും ഒരു ഉമ്മക്കും ഈ അവസ്ഥ വരരുത്. എൻ്റെ മകൾക്ക് വന്നു, എൻ്റെ മകളുടെ ജീവനും എൻ്റെ മകളുടെ ജീവനും അപകടത്തിലാണ്. ഇതിൽ ഞങ്ങളെ സഹായിക്കുന്നവരും ജീവനും അപകടത്തിലാണ്. അവർക്കൊക്കെ ഭീഷണിയും കാര്യങ്ങളും ചെല്ലണമെന്ന് അറിയുന്നുണ്ട്. അവരിനൊക്കെ അവർക്കൊക്കെ ഭീഷണിയും കാര്യങ്ങളും ചെല്ലണമെന്ന് അറിയുന്നുണ്ട്. അവരിനൊക്കെ 15ാമത്തെ വയസ്സ് മുതലാണ് ഈ പെൺകുട്ടിയെ ഇത്തരത്തിൽ പീഡിപ്പിക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾക്കും ഉമ്മമാർക്കുമൊക്കെ എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കതിനൊരു ശരിയായ ഉത്തരം പറയാൻ കഴിയില്ല. ഓരോ കുടുംബങ്ങൾക്കും ഓരോ കാരണമായിരിക്കാം. കാരണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു ദുരന്തം നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം ഈ ഉമ്മയുടെയും മകളുടെയും അനുഭവങ്ങളിൽ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ കുടുംബത്തിലേക്ക് അന്യരുടെ ഇടപെടൽ, അപരിചിതരുടെ ഇടപെടൽ, വിവാഹബന്ധം ഹറാമായവരുടെ അല്ലെങ്കിൽ വിവാഹബന്ധം അനുവദിക്കപ്പെടുന്നവരുടെ ഇടപെടൽ വളരെ വലുതായിട്ട് നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. ഉപ്പയുടെ കൂട്ടുകാരാണ് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ സുഹൃത്താണ് എന്ന് പറഞ്ഞ് നമ്മെ സഹായിക്കാൻ പലരും വരുന്നത് 2 കാരണങ്ങളാലാണ്. ഒരു പ്രായപൂർത്തിയായ സുന്ദരിയായ ഒരു മകളുള്ള വീടാണെങ്കിൽ അവരെ സഹായിക്കാൻ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ടാവും. പ്രത്യക്ഷത്തിൽ അവർ നമുക്ക് ഒരു ദോഷവും ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. നമുക്ക് വേണ്ട കറണ്ട് ബില്ലടക്കാനും സാമ്പത്തികമായി സഹായിക്കാനും വീട് മാറാനൊക്കെ അവരുണ്ടാവും. പക്ഷെ അവരുടെ ലക്ഷ്യം പിന്നീട് ഈ പെൺകുട്ടികളെ ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്യാനാവാം, അതിഷ്ടം തോന്നുന്ന രീതിയിലാവാം. ഇവിടെയും സംഭവിച്ചത് അതാണ്. ഇത്തരത്തിൽ ഇഷ്ടം തോന്നുന്ന ആളുകളുമായിട്ട് സംസാരിക്കുന്നതിന് മാതാപിതാക്കൾ പ്രത്യക്ഷത്തിൽ വിലക്ക് പറയില്ല. പിന്നെ പിതാവാണെങ്കിൽ നാട്ടിലില്ലാത്തൊരു സാഹചര്യം ഇവർക്ക് അനുകൂലമാക്കിയെടുക്കാനും കഴിയും. നമ്മളെപ്പോഴും സ്ത്രീകൾ, ഉമ്മമാരെപ്പോഴും ചിന്തിക്കുന്നത് മകൾക്കൊരു നല്ല കൂട്ടുകാരനുണ്ടെങ്കിൽ അതൊരു ബലമല്ലേ, കുടുംബത്തിനൊരു അത്താണിയല്ലേ എന്നൊക്കെയാണ്. ശരിയാണ്, അത്തരത്തിൽ ആൺ സൗഹൃദങ്ങളൊക്കെ കരുത്ത് തന്നെയാണ്. പക്ഷേ എല്ലാ സൗഹൃദങ്ങളിലും പതുങ്ങിയിരിക്കുന്ന ഒരു അപകടമുണ്ടെന്ന് എന്നുള്ളത് ഈ പുതിയ കാലത്ത് നാം വളരെ ഭീതിയോടെ ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ട ഒന്നാണ്. ഇത്തരത്തിൽ 100 കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വീട്ടിൽ നിന്ന് തെറ്റിയിറങ്ങിയ ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മൃഗീയമായി പീഡനത്തിനിരയായത്. വീട്ടിൽ നിന്ന് തെറ്റിയിറങ്ങിയ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന പെൺകുട്ടിയെ ചെരുപ്പ് വാങ്ങിത്തന്ന് വീട്ടിലാക്കിത്തരാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കയറ്റിപ്പോയ ആളുകൾ ബസ്സിനുള്ളിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ച് വെറും ചണ്ടിയാക്കി അവൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കിയത് ഇത് ഉത്തർപ്രദേശിലോ ഡൽഹിയിലോ നടന്ന സംഭവമല്ല. ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ സാംസ്കാരിക കേന്ദ്രമായ കോഴിക്കോട് നടന്ന സംഭവമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ പെൺകുട്ടികൾക്കോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ വരാതിരിക്കാനുള്ള ഒരേയൊരു മാർഗം അന്യരുടെ ഇടപെടലിലേക്ക് നമ്മളൊരു നിയന്ത്രണം വരുത്തുക. ഈ പെൺകുട്ടിക്ക് പെൺകുട്ടികൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ, എക്സാമിന് പോകുമ്പോൾ അവരെന്താണ്, എങ്ങനെയാണ്, അവരുടെ സുഹൃത്തുക്കൾ ആരാണെന്നുള്ളത് അത് ശ്രദ്ധിക്കണം. ഒന്ന് നമ്മൾ പറഞ്ഞു, പെൺകുട്ടികളുടെ വീടുകളിൽ അന്യരുടെ ഇടപെടലുകൾ നിയന്ത്രിക്കണം. 2, അവരുടെ സുഹൃത്തുക്കൾ ആരാണ്, ആ സുഹൃത്തുക്കളുടെ സ്വഭാവം എന്താണ്, രീതി എന്താണെന്ന് അറിയണം. ലഹരി വളരെയധികം നമ്മുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ആളുകളെ വല്ലാതെ ബാധിച്ച ഒന്നാണ്. കുട്ടികൾ എങ്ങനെ നടക്കുന്നു, ഏതൊക്കെ തരം, ഈ പെൺകുട്ടി തന്നെ പലതരം ലഹരികൾക്ക് അടിമയാണ്. നമുക്ക് സാധാരണ ലഹരി എന്ന് പറയുമ്പോൾ ഉള്ളിൽ വരിക ഒരു ഗഞ്ചാവ് വരും, മദ്യം വരും, മയക്കുമരുന്ന്. നമുക്കതിൻ്റെ പേരറിയാം, എനിക്കറിയില്ല അതിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട്. കാരണം നമ്മളത് കണ്ടിട്ടോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് സൗഹൃദങ്ങളോ ഒരു ബന്ധം, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അതിൻ്റെ പേരുകൾ നമ്മൾ പത്രങ്ങളിൽ കാണുന്നു അല്ലെങ്കിൽ നമുക്ക് പോലീസുമായി ബന്ധപ്പെടുന്ന ആളുകൾ തരുന്നു എന്നല്ലാതെ പിന്നീട് ഒരിക്കലും അത് വായിക്കപ്പെടേണ്ടുന്നില്ല. നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ചുമതലയാണ്. ഇവർ ഈ പരാതി കൊടുക്കാൻ ശ്രമിച്ച് 2019 മുതൽ
ഇവരെ കൊല്ലുമെന്നും വണ്ടി കയറ്റി കൊല്ലും, അങ്ങനെ ഇങ്ങനെയാക്കും ഇങ്ങനെയാക്കും, പല ഭീഷണികൾക്ക് നടുവിൽ നിന്നാണ് ഇപ്പോൾ ഇവർ ഈ പരാതി കൊടുത്തത്. പലരും സംശയിക്കുന്നുണ്ടാവുന്ന പിന്നെ എന്തെന്താ നേരത്തെ പരാതി കൊടുത്തൂടെ, ഇപ്പോഴാണോ പരാതി പറയുന്നത്? ഒരു ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ അറിയൂ. നമ്മളൊരു വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഗാലറിയിലിരുന്ന് അഭിപ്രായം പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അന്യരുടെ ഇടപെടൽ നമ്മുടെ കുടുംബത്തേക്കൊരു പരിധിയിൽ നിയന്ത്രിക്കുക. പല കുടുംബങ്ങളും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഹിജാബ് എന്ന് പറയുന്നത് മുഖത്ത് മറക്കുന്നതല്ല. ഹിജാബ് രണ്ട് വ്യക്തികൾക്കിടയിൽ ആവശ്യമില്ലാത്ത ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന മറയുടെ പേരാണ് ഹിജാബ്. ആ ഹിജാബാണ് നമുക്ക് വേണ്ടത്. പലരുടെയും ധാരണ മുഖം ഒന്നാകെ മറച്ചിട്ട് എന്തോ ഒരു ഭീകര രൂപത്തിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. അതല്ല ഹിജാബ്. അത് മറച്ച ഇഷ്ടം പോലെ ആളുകൾ തന്നെ സകല ഉഡായിപ്പുകളും ചെയ്യുന്നത് എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ ഹിജാബ് അവിടെ അല്ല വേണ്ടത്. മനസ്സിൽ ഹിജാബ് വേണം. പരസ്പര ബന്ധങ്ങളിൽ ഒരു താൽക്കാലിക ഒരു മറ വേണം. അതെവിടെയൊക്കെ നഷ്ടപ്പെടുന്നോ അവിടെയൊക്കെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടും. ഒരിക്കലും നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി മരവിപ്പിക്കുന്ന ഇതുപോലുള്ള ദുരന്തങ്ങൾ